എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സിൽ നമ്മൾ ബ്രിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ബ്രിക്സിന്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ്, അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതെല്ലാം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബ്രിക്കിനെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് കിട്ടി. എന്താണ് ബ്രിക്ക്, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാമെന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടി. ഓക്കെ, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ബ്രിക്ക്, അതായത് ബ്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ആ കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോവാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിക്ക് മേസൺറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് ബ്രിക്ക് മേസൺറി, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വരുന്നു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ, ബ്രിക്ക് മേസൺറി എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. കുറെ ടൈപ്പ് ഓഫ് മേസൺറി ഉണ്ട്. നമ്മളെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്രിക്ക് മേസൺറിനെ കുറിച്ച് മനസ്സിലാക്കാം. ബ്രിക്ക് എന്താ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ രണ്ടാമത്തെ ടേം നമുക്കറിയില്ല അല്ലെ. രണ്ടാമത്തെ ടേം മേസൺറി എന്നുള്ള ടേമാണ്. ആ ടേം നമ്മളൊന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ ബ്രിക്ക് മേസൺറി, ഓക്കെ, അപ്പൊ ഈ ടേമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. മേസൺറി എന്ന് പറഞ്ഞ ടേം എന്താണ്? മേസൺറി നോക്കിക്കഴിഞ്ഞാൽ ബ്രിക്ക് വെച്ചിട്ട് നമ്മൾ പടവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബ്രിക്ക് വെച്ചിട്ട് യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ? ബ്രിക്ക് മേസൺറി എന്ന് പറയാം. ഇവിടെ പറയുന്നുണ്ട് ബ്രിക്ക് മേസൺറി ഈസ് എ യൂണിറ്റ്, ഒരു യൂണിറ്റ് ആണ്. എന്ത് യൂണിറ്റ് ആണ്? ഓഫ് കൺസ്ട്രക്ഷൻ മെയ്ഡ് ബൈ ബോണ്ടിങ് ബ്രിക്ക് യൂണിറ്റ് ടുഗദർ ബൈ മീൻസ് ഓഫ് ഏതർ സിമെന്റ്. നമ്മൾ സിമെന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഇഷ്ടിക, ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക നമുക്കറിയാം. ഇഷ്ടിക പടുക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു യൂണിറ്റ് ആക്കി മാറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതി എന്താണെന്ന് പറയുന്നുണ്ട്, ലൈം മോട്ടാർ. ഈ ലൈം മോട്ടാർ എന്താണെന്നതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട. സിമെന്റ് മോട്ടാർ ഓർ ലൈം മോട്ടാർ ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ബ്രിക്ക് പഠിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതില് ബ്രിക്ക് വെറുതെ അടുക്കി വെക്കുകയല്ലോ ചെയ്യുന്നത്. അതിൽ നമ്മൾ സിമെന്റിന്റെ ഒരു പേസ്റ്റ് നമ്മൾ ഇടയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അല്ലെ. സിമെന്റും മണലും വെള്ളവും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് ആണ് നമ്മളതിൽ അതിന് വേണ്ടിയിട്ട് ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷനെ, അഥവാ സിമെന്റും മണലും, അഥവാ ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ പറയും. സിമെന്റും മണലും അതുപോലെ വെള്ളം കൂടിയിട്ടുള്ള മിക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മോർട്ടാർ എന്ന് പറയുന്നത്. അപ്പൊ സിമെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോട്ടാർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ സിമെന്റ് മോട്ടാർ. പിന്നെ ലൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ ലൈം മോട്ടാർ എന്നും പറയുന്നു. ഈ ലൈം മോട്ടാർ എന്ന് പറയുന്നത് ചുണ്ണാമ്പാണ്. നമ്മൾ മുൻകാലങ്ങളിൽ സിമെന്റിന് പകരം ഉപയോഗിച്ചിരുന്നത് ചുണ്ണാമ്പാണ്. ഇപ്പൊ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. അത് സിമെന്റിന്റെ മാനുഫാക്ചറിങ് ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, സിമെന്റ് ഉണ്ടാക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചുണ്ണാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് മുന്നേ ഉപയോഗിച്ചിരുന്ന കാര്യമായതുകൊണ്ടാണ് അവിടെ ലൈം മോട്ടാർ എന്ന് മെൻഷൻ ചെയ്തത്. നമ്മളത് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഓക്കെ, പിന്നെ പറയുന്നത് ബ്രിക്ക് മേസൺറി ഈസ് നോട്ട് എസ് സ്ട്രോങ് ആസ് സ്റ്റോൺ മേസൺറി ബട്ട് വെൻ കമ്പയർഡ് ടു കോസ്റ്റ് ആസ്പെക്ട് ഇറ്റ് ഈസ് എക്കണോമിക്കൽ. ഓക്കെ, നമ്മൾ സ്ട്രെങ്ത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്ര നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല കമ്പയർഡ് ടു സ്റ്റോൺ മേസൺറി. കല്ല് ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെ അപേക്ഷിച്ച് നമുക്ക് സ്ട്രെങ്ത് കുറവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് ഇറ്റ് ഈസ് സ്ട്രോങ് ഇനഫ്. ആവശ്യത്തിന് സ്ട്രെങ്ത് ബ്രിക്ക് മേസൺറിക്ക് ഉണ്ടാവും. പക്ഷേ കമ്പയർഡ് ടു സ്റ്റോൺ മേസൺറി നോക്കുമ്പോൾ, കോസ്റ്റിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ, നമുക്ക് ചീപ്പായിട്ട് ബ്രിക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ നോക്കുമ്പോൾ എന്താണ്, അത് നമുക്ക് ഓക്കെ ആയിരിക്കും. എക്കണോമിക്കലി നമുക്ക് ഓക്കെ ആയിരിക്കും. അതാണ് ബ്രിക്ക് മേസൺറി. അപ്പൊ ബ്രിക്ക് ഉപയോഗിച്ചുള്ള പടവ് ആണ് ബ്രിക്ക് മേസൺറി എന്നുള്ള കാര്യം ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ബ്രിക്ക് മേസൺറിയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടേംസ് നമ്മൾ പരിചയപ്പെട്ട് പോവാണ്. ഈ ഓരോ ടേമുകൾ നമ്മൾ പരിചയപ്പെടുന്നതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം ടേമുകളാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. ഇതെന്താണ്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് അത് എന്താണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓപ്ഷനിൽ ആയിരുന്നുണ്ടാവും, നമുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെഫിനേഷൻ അല്ലെങ്കിൽ കാര്യം അതിലുണ്ടാവും. ഓക്കെ, ആ രീതിക്കാണ് നമുക്ക് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ ഈ ടേമുകളെല്ലാം നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇതിൽ പലതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, മറ്റു പലതും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. ഇങ്ങനെയുള്ള ടേമുകളാണ് നമ്മളെ എക്സാമുകൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മാത്രമല്ല ഇനി വരുന്ന എക്സാമുകൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും ഇവർക്ക് താല്പര്യമുള്ള ചോദ്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടേമുകൾ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതെന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെന്താണെന്ന് ഐഡിയ ആക്കി വെക്കുക. അപ്പൊ നമുക്ക് ആ ടേം നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്ന ടേമാണ് കോഴ്സ്. കോഴ്സ് എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് ടേം. എന്താണ് കോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാം. എ കംപ്ലീറ്റ് ലെയർ. ഈ കോഴ്സ് എന്നുള്ള ടേം നമ്മൾ ഈ വഴിയെ പലപ്പോഴും ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇത് ടേം മനസ്സിലാക്കി വെക്കൽ ഇനിയുള്ള കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് അത്യാവശ്യമാണ്. ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ എക്സാമിനുള്ള വാക്ക് മാത്രമായിട്ടല്ല, ഇനിയുള്ള കാര്യങ്ങൾക്ക് പഠിക്കാനും കോഴ്സ് എന്നുള്ള വാക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കോഴ്സിനെ കുറിച്ച് നോക്കാം. എന്താണ് കോഴ്സ്?
എ കംപ്ലീറ്റ് ലെയർ ഓഫ് ബ്രിക്ക് ലെയ്ഡ് ഓൺ ദ some bed is known as a course, and its thickness is equal to the thickness of brick plus the thickness one mortar joint. Okay, അപ്പോൾ ഒരു ലെയർ ഓഫ് ബ്രിക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ലെയർ ഓഫ് ബ്രിക്ക്, അതാണ് ഒരു കോഴ്സ്. നമ്മൾ കല്ല് പടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടിക പടുക്കുമ്പോൾ നമുക്കറിയാം ലെയർ ആയിട്ടാണ്, അതായത് പല ലെയറുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് അടുക്കി വെക്കുക അല്ലെ. ഇപ്പൊ നമ്മളിങ്ങനെ ഇതൊരു വാളാണ് ഞാൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു വാളാണെങ്കിൽ അതിന്റെ പല ലെയറുകൾ, ബ്രിക്ക് നമ്മളിങ്ങനെ അടുക്കി വെക്കുമ്പോൾ പല ലെയറുകളായിട്ടാണ് ബ്രിക്ക് അടുക്കി വെക്കുക അല്ലെ. ഇങ്ങനെ പല ലെയറുകളായിട്ട് നമ്മൾ ബ്രിക്ക് അടുക്കി വെക്കുന്നു. ഒരു ലെയറിൽ ഉണ്ടാവുക. ഈ ബ്രിക്കിന്റെ എലിവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വളഞ്ഞ മുതലാണ് നോക്കണം നമ്മൾ. ഒരു ബ്രിക്കിന്റെ പല ഇതൊരു ലെയർ ആയിട്ട് നമുക്ക് അതിന്റെ എലിവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക അല്ലെ. അങ്ങനെയുള്ള വരയ്ക്കുന്നതിനാണ്, ആ ഓരോ ലെയറിനാണ് എന്ത് പറയാ, നമ്മൾ കോഴ്സ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു ലെയറിന് നമ്മൾ പറയുന്നതാണ് ഒരു കോഴ്സ്. ഓക്കെ, അപ്പൊ അതാണ് എന്താണ് കോഴ്സ്. ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ഓഫ് ബ്രിക്ക് ആണ്. നമ്മളെ മേസൺട്രിയിൽ ഒരു ലെയർ ഓഫ് ബ്രിക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി നമ്മൾ അടുത്ത ടേം നോക്കുകയാണ്. നെക്സ്റ്റ് ടേം ഈസ് ബെഡ്. ഓക്കെ, ഈ ബെഡ് എന്നുള്ള ടേം നമുക്ക് ഓൾറെഡി ഇവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ കോഴ്സ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ബെഡ് എന്നുള്ള വാക്ക് അവിടെ നമ്മൾ ഉപയോഗിച്ചു. thickness of mortar joint എന്നുള്ള നോക്കുക. laid on some bed എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, the bottom surface of the brick when it is laid flat is known as bed. എവിടെയാണോ നമ്മൾ ബ്രിക്ക് ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രിക്ക് നമ്മൾ എവിടെയാണോ കടത്തി വെക്കുന്നത്, ആ വെക്കുന്ന സർഫസിന് അല്ലെങ്കിൽ ആ ലെയറിനാണ് നമ്മൾ പറയാം ബ്രിക്കിന്റെ ബെഡ് എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെയർ വീണ്ടും നമ്മൾ ലെയേഴ്സ് വരയ്ക്കുകയാണ്, കോഴ്സുകൾ വരയ്ക്കുകയാണ്. ഇങ്ങനെ ബ്രിക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, ഇതാണ് ഈ താഴെ കാണുന്നതാണ് നമ്മൾ ഫസ്റ്റ് കോഴ്സ്, ഇതാണ് രണ്ടാമത്തെ കോഴ്സ് അല്ലെ. ഈ ബ്രിക്ക് വെച്ചിരിക്കുന്ന ഈ സർഫസിനാണ് എന്ത് പറയാ, നമ്മൾ ബെഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ബെഡ് ജോയിന്റ് എന്നതാണ് അടുത്ത ടേം. ബെഡ് ജോയിന്റ്, ദ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോട്ടാർ വേർ ബ്രിക്ക് ഈസ് പ്ലേസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മൾ ബ്രിക്ക് വെക്കുകയാണെങ്കിൽ അതിന്റെയൊക്കെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, മോട്ടാർ അഥവാ സിമെന്റ് മോട്ടാർ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ, അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ബ്രിക്ക് വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ലെയർ, ഈ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ഈ മോട്ടാറിന്റെ ലെയറിനാണ് നമ്മൾ എന്ത് പറയാ, ബെഡ് ജോയിന്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ട് ജോയിന്റ് ഉണ്ടാവില്ലേ, സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടാർ തേച്ച് കൊടുക്കുന്നുണ്ട് അല്ലെ, എന്നിട്ടാണ് നമ്മൾ ബ്രിക്ക് വെക്കുക. ബ്രിക്ക് പടുക്കുന്നത് കാണാത്തവരാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോക്കുക, ഇനി ബ്രിക്കൊക്കെ എവിടെയെങ്കിലും പടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കുക. അപ്പോൾ താഴെ ഭാഗത്തും അതേപോലെ ഈ വെർട്ടിക്കലായിട്ടുള്ള പോർഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മോട്ടാർ അഥവാ സിമെന്റ് മോട്ടാർ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ സർഫസിനാണ് എന്ത് പറയാ, നമ്മൾ ബെഡ് ജോയിന്റ് എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ബെഡ് ജോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ഒരു വാക്കാണ് ഫ്രോഗ്. ഓക്കെ, ഒരു വാക്ക് ഫ്രോഗ് എന്നാണ്. അപ്പൊ നമുക്ക് ഫ്രോഗ് എന്ന വാക്ക് പരിചയമുണ്ട്, പക്ഷെ ഇതെങ്ങനെ ബ്രിക്കുമായിട്ട് കണക്റ്റഡ് ആവുന്നത് എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം ഉണ്ടാവുക അല്ലെ. നോക്കാം, നമുക്ക് എന്താണ് ഫ്രോഗ് എന്നുള്ളത് നോക്കാം, നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ പറയുന്ന പേര് ഫ്രോഗ് ആണ്. ഓക്കെ, ആ ഫ്രോഗിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഫിഗർ നോക്കിയിട്ട് പറയാം. ഫ്രോഗ് എന്താണ് ഫ്രോഗ് പറഞ്ഞിട്ട് നമുക്ക്, ഫ്രോഗ് ഈസ് ദ ഡിപ്രഷൻ പ്രൊവൈഡഡ് ഓൺ ദ ഫേസ് ഓഫ് ബ്രിക്സ് എന്നുള്ളതാണ് എന്ത് ഫ്രോഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഈ ഒരു ഫിഗർ നോക്കുക, ഇവിടെ ബ്രിക്കിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ബ്രിക്കിന്റെ ഫിഗറിൽ ഈ മുകളിൽ കാണുന്ന ഡിപ്രഷൻ, താഴെ ഇതിങ്ങനെ ഭാഗം കൊഴിഞ്ഞിരിക്കുന്ന നമുക്ക് കാണുന്നില്ലേ, ഈ ഡിപ്രഷൻ ആണെന്ന് പറയാ, അതിനാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഫ്രോഗ് കൊടുക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി എന്താണ് ഈ കാണുന്ന ഡിപ്രഷൻ, ഇത് ചിലപ്പോൾ ഇങ്ങനെ ഡിപ്രഷൻ ആയിട്ടാവും ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ബ്രിക്കിന്റെ പേര് അഥവാ ബ്രിക്കിന്റെ കമ്പനിയുടെ പേര് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഡിപ്രഷൻ ആയിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പേരായിരിക്കും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ ഇതുപോലെ സിമ്പിൾ ഡിപ്രഷൻ ആയിട്ടാവും ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ ഓൺ ദ സർഫസ് ഓഫ് ബ്രിക്കിന്റെ ഈ ഫേസിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡിപ്രഷൻ ആണ് ഇത് പറയാം നമ്മൾ ഫ്രോഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. There are two reasons for providing frog എന്ന് പറയുന്നത്. ഫ്രോഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് രണ്ട് റീസൺസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. To form a key with mortar to prevent sliding their beds. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, മോട്ടാർ നിരത്തും അല്ലെ, ഒരു ബെഡ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അടുത്ത ബ്രിക്ക് വെക്കുമ്പോൾ അതിനെ ബെഡ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മോട്ടാർ അതിന്റെ മുകളിൽ നിരത്തും അല്ലെ. അപ്പോ ഈ ഒരു നല്ല പിടുത്തം, ഈ രണ്ട് ലെയറുകൾ തമ്മിൽ, രണ്ട് കോഴ്സുകൾ തമ്മിൽ നല്ലൊരു പിടുത്തം ഉണ്ടാവാൻ എന്ത് സഹായിക്കും, ഇങ്ങനെ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ അത് സഹായിക്കും. ഒരു ലോക്കിംഗ് അവിടെ ഉണ്ടാവും. ഒരു മുകളിൽ വെച്ച ബ്രിക്ക് താഴെ വെച്ച ബ്രിക്ക് തെന്നിപ്പോവാതെ നല്ലൊരു പിടുത്തത്തിൽ നിൽക്കാൻ, നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഫ്രോഗ്, അതിന്റെ ഒരു ഫംഗ്ഷൻ, ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഫ്രോഗിന് ഉണ്ട് എന്ന് പറയാം. പിന്നെ അടുത്തൊന്നാണ് വെയിറ്റ് ഓഫ് ദ ബ്രിക്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു ഡിപ്രഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും ഭാഗത്തെ മെറ്റീരിയൽ അവിടെ നിന്ന് റിമൂവ് ആയി അല്ലെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ തന്നെ ബ്രിക്കിനെ എക്കണോമിക് ആക്കാനും കുറച്ചും കൂടി ചെലവ് കുറയ്ക്കാനും അത്രയും മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യേണ്ട, അപ്പൊ അത്രയും ഒരു ചെറിയ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ്, ഒരു ബ്രിക്ക് തന്നെ ചെറിയൊരു കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് ബിഗ് ബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു വലിയ കോസ്റ്റ് ആയിട്ട് മാറും അല്ലെ. അപ്പോൾ ഒന്ന് എക്കണോമിക്കൽ ആക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യം നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ഹെഡർ. നെക്സ്റ്റ് ടേം ആണ് ഹെഡർ. നോക്കാം, ഹെഡർ ഈസ് നോൺ ആസ് ദ എൻ സർഫസ് ആണ് ഹെഡർ എന്ന് പറയുന്നത്. എൻ സർഫസ് ഓഫ് ദ ബ്രിക്ക് വെൻ ഇറ്റ് ഈസ് ലേഡ് ഫ്ലാറ്റ് എന്നുള്ളതാണ് ഒരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ബ്രെഡ്ത്ത് പാരലൽ ടു ഫേസ് ഓഫ് വാൾ. നമ്മൾ വാളിന്റെ ഫ്രണ്ട് വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ബ്രിക്കിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും അല്ലെ. അപ്പൊ ബ്രെഡ്ത്ത് ആയ ഭാഗം ഫേസ് വാളിന് പാരലൽ ആയിട്ടാണ് ഉണ്ടെങ്കിൽ, വാളിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ വിഡ്ത്ത് ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാം, ഹെഡർ എന്ന് പറയാം. നമുക്ക് ഫിഗർ നോക്കി മനസ്സിലാക്കാം. നോക്കുക, ഇതാണ് നമ്മൾ ബ്രിക്ക്, നേരത്തെ നമ്മൾ കാണിച്ചു ബ്രിക്ക് ഇതാണ്. ആ ബ്രിക്കിന്റെ എന്താണ് നമുക്ക് ഹെഡർ എന്നുള്ളത് നോക്കാം. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഹെഡർ എന്താണെന്നുള്ളത്. നോക്കുക, അതാ ഹെഡർ കാണിച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഹെഡർ എന്ന് പറയുന്നതാണ് ഇതാ, ഈ ഒരു ഫേസിനാണ് എന്ത് പറയുന്നത്, ഹെഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഇതാണ് വിഡ്ത്തിന്റെ വശം അല്ലെ, ഇതാണ് ലെങ്ത്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇതാണ് ലെങ്ത്, ഈ ഒരു വശമാണ് എന്ത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ബ്രെഡ്ത്ത് അല്ലെ. അപ്പോ ബ്രെഡ്ത്തിന്റെ ഫേസ് എങ്ങനെയാണ്, വാളിന് പാരലൽ ആയിട്ട് വെച്ചാൽ ഈ ഒരു ഫേസിനാണ് നമ്മൾ എന്ത് പറയാ, ഹെഡർ എന്നുള്ള പേര് പറയാം. ഓക്കെ, അപ്പോ ഹെഡർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അത് ഈ ചെറിയ ഫേസിനാണ് നമ്മൾ ബ്രിക്കിന് ലെങ്ത് ആയിട്ടുള്ള ഫേസും ഉണ്ട്, നമുക്ക് ചെറിയ ഫേസും ഉണ്ടല്ലേ. അപ്പൊ ഈ ചെറിയ ഫേസിനാണെന്ന് പറയാ നമ്മൾ ഹെഡർ എന്ന് പറയാം. അല്ലെങ്കിൽ ബ്രിക്ക് നമ്മൾ ഈ ഫേസ് ബ്രിക്ക് വാളിന് പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രിക്ക് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഫേസ് ആണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ആ ഭാഗമാണ് ഹെഡർ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഹെഡർ എന്നുള്ള ടേം നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ടേം നമ്മൾ പരിചയപ്പെടാൻ പോണത് സ്ട്രെച്ചർ എന്നുള്ള ടേം ആണ്. നെക്സ്റ്റ് ടേം സ്ട്രെച്ചർ. എന്താണ് സ്ട്രെച്ചർ നോക്കാം. സ്ട്രെച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, ഇതാ ഈ ഫിഗറിൽ കാണുന്നുണ്ട്. സ്ട്രെച്ചർ എന്താണെന്നുള്ളതും ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഹെഡർ പോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഹെഡർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഫേസ് ആണ്. അപ്പോ സ്ട്രെച്ചർ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെച്ചർ എന്നുള്ള ഈ വലിയ ഫേസിനാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രെച്ചർ എന്ന് പറയാ. ഈ ഫേസ്, ഇതിനാണ്, ഈ ഫേസിനാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രെച്ചർ എന്ന് പറയാം. ഓക്കെ, സ്ട്രെച്ചർ ഈസ് നോൺ ആസ് ദ സൈഡ് സർഫസ് ഓഫ് ബ്രിക്ക്. സൈഡ് സർഫസ് ഓഫ് ബ്രിക്ക് ആണ് വിസിബിൾ ഇൻ എലിവേഷൻ. എലിവേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വെർട്ടിക്കലി, ചുമരിനെ നമ്മൾ വെർട്ടിക്കലി സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അതിന്റെ വശം സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ in elevation when the brick is laid flat. Or അതിന്റെ ഒരു ഡെഫിനേഷൻ കൂടി പറയുന്നു, if the length of the brick is parallel to, ലെങ്ത് ആണ് ഇവിടെ പാരലൽ, നേരത്തെ ബ്രെഡ്ത്ത് ആണ് പറയുന്നത്, ലെങ്ത് ഈസ് പാരലൽ ടു ഫേസ് ഓഫ് വാൾ, that face of brick is called stretcher. അപ്പോ ബ്രിക്കിന്റെ ആ ഫേസിനാണ് നമ്മൾ പറയാ സ്ട്രെച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പോ ഈ ഒരു ഫേസ്, അപ്പൊ ലെങ്ത് ആണ് ഇവിടെ അല്ലെ, ഈ ഭാഗമാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ലെങ്ത് എന്താണ്, ലെങ്ത് ഈസ് പാരലൽ ടു ഫേസ് ഓഫ് വാൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ വശത്തിനാണ് എന്ത് പറയാം നമ്മൾ സ്ട്രെച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് സ്ട്രെച്ചർ. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു ടേം എന്ന് പറഞ്ഞാൽ അറേസസ് എന്നുള്ളതാണ്. അറേസസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ദ എഡ്ജ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ സർഫസസ് ഓഫ് എ ബ്രിക്ക് ആർ നോൺ ആസ് അറേസസ്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രിക്കിന്റെ എഡ്ജുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അറേസസ്. നോക്കുക, ഇങ്ങനെ പറയുന്നത് എഡ്ജ് ഫോംഡ് ബൈ ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ. ഇപ്പൊ ഇത് ഒരു പ്ലെയിൻ ആണ്, അതെ, ഇതൊരു പ്ലെയിൻ ആണ്. ഈ രണ്ട് പ്ലെയിനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എഡ്ജ് ഫോം ചെയ്യുന്നു. ആ എഡ്ജിന് പറയുന്ന പേരാണ് അറേസസ്. ഓക്കെ, അപ്പൊ ബ്രിക്കിന്റെ രണ്ട് പ്ലെയിനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന എഡ്ജിന് നമ്മൾ പറയുന്ന പേര് എന്താണ്, ഇറ്റ് ഈസ് കോൾഡ് അറേസസ്.